നമസ്കാരം. UGC നെറ്റ് എക്സാമിൻ്റെ അപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഈ വട്ടം ചെറിയ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്ന രീതിയിൽ. അതിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പണ്ട് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ NTA ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ആയിരുന്നു നമ്മൾ മുൻ വർഷങ്ങളൊക്കെ അപ്ലൈ ചെയ്തിരുന്നത്. എന്നാൽ ഈ വട്ടം അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. UGCNet.NTA.EC.IN എന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ഈ വട്ടം അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് മാറിയതുകൊണ്ട് തന്നെ പലരും സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്, അത് ഒഫീഷ്യൽ തന്നെയാണോ അതോ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്. സോ ഇത് ഒഫീഷ്യൽ കൺഫർമേഷനിൽ തന്നെയാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ UGCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയുള്ള റഫറൽ കൊടുത്തിട്ടുള്ളത്. സോ ഫേക്ക് വെബ്സൈറ്റ് ആ ഒരു ചിന്തയുടെ ആവശ്യം വരുന്നില്ല, അത് ഒറിജിനൽ തന്നെയാണ്, നമുക്ക് ഇതിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. കുറേ അപേക്ഷകളൊക്കെ കുറേ വരുന്നത് കാരണം അവർ ആ ഒരു സൈറ്റൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ വെബ്സൈറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ തന്നെ ഈ വട്ടം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. അപേക്ഷാ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ കാറ്റഗറിക്ക് 1150, EWS OBC കാറ്റഗറിക്കാണെങ്കിൽ 600 രൂപയും, SC ST തേർഡ് ജെൻഡർ കാറ്റഗറീസിന് 325 രൂപയുമാണ്. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളിപ്പോൾ OBC ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റും റെഡിയാക്കി വയ്ക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല. ലാസ്റ്റ് നമ്മൾ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്യല്ല, നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സിൻ്റെ ആവശ്യം വരും. സോ ഇപ്പോൾ തന്നെ ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയാക്കി വയ്ക്കുക. കാരണം നിങ്ങളിപ്പോൾ ഒരു EWS കാറ്റഗറിയിലാണ് നിങ്ങൾ ഈ നെറ്റ് എക്സാം എഴുതുന്നത്, നിങ്ങൾക്ക് കട്ട് ഓഫ് അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. EWS ആണ് എന്നുള്ളത്. ലാസ്റ്റ് നമുക്ക് ഈ ഒരു EWSൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി ലഭിച്ചാലേ ഈ നമ്മുടെ നെറ്റ് സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടായിരിക്കുള്ളൂ. സോ അത് ഇപ്പോൾ തന്നെ കൺഫർമേഷൻ വരുത്തി വയ്ക്കുക. വേറെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. നമ്മളൊരു ക്ലാരിഫയിങ് ആയിട്ട് ഒന്നുകൂടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. സോ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെറ്റ് അപേക്ഷ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാവരെയും അറിയിക്കുക. ഓക്കെ.